ജനിച്ചവന്മാരാണെന്ന് നീ ഒന്നും വിചാരിക്കരുത്. നീയൊക്കെ ഒരു നാൾ കാക്കിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങും. അന്ന് നീയൊക്കെ അറിയും ആരെയാണ് നീ മർദ്ദിച്ചതെന്നും എന്തിന്റെ പേരിലാണ് നീ മർദ്ദിച്ചതെന്നും എന്നുള്ളത്. ആ ഒരു യുവാവ് പല കാര്യങ്ങളും പറയുമ്പോൾ ഈ കോൺസ്റ്റബിൾമാരുണ്ട്, യുവമാർക്കാണ് ഏറ്റവും വലിയ കടി. പോലീസുകാരെന്തെങ്കിലും അല്ലെങ്കിൽ ഈ SI കൂടെ ഉണ്ടെങ്കിലും SI ഒന്നും മിണ്ടാത്ത ഒരു സൈഡ് മിണ്ടാതിരിക്കും. എന്നാൽ ഈ കോൺസ്റ്റബിളോ മുറുമുറുക്കുന്ന നായയെ പോലെ ഇവരങ്ങ് തുടങ്ങുവങ്ങ്. ഞാനീ പറയുന്നത് നല്ല പോലീസുകാരെ പറ്റിയല്ല കേട്ടോ, ഈ പറയുന്ന കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്നവന്മാരെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇവന്മാരെ പോലെയുള്ള മറ്റുള്ളവന്മാരെ പറ്റിയാണ്. ഇങ്ങനെയുള്ളവന്മാരെ കണ്ടുപിടിച്ച് ഇവന്മാർക്ക് ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലേ ആഭ്യന്തരം വൻ പരാജയമാണ്. ഈ കപ്പൽ ആടി ഉലയിക്കല്ല സാറെന്ന് വീണ ജോർജ് പറഞ്ഞപ്പോഴും, അതേപോലെ ഊരിപ്പിടിച്ച വാളിനടിയിൽ കൂടി ഞാൻ നടന്നു പോയെന്ന് ശ്രീ പിണറായി വിജയൻ സഖാവ് പറഞ്ഞപ്പോഴും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ കാണിക്കുന്ന ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ വേണ്ടി സാധിക്കുന്നില്ലേ? ഊരിപ്പിടിച്ച വാളിനടിയിൽ കൂടിയും കപ്പിത്താനായിട്ട് നിൽക്കുമ്പോഴും ഒക്കെ ഉള്ള ഒരു ധൈര്യത്തിന്റെ വെറും 1% പോലും നിങ്ങൾ കാണിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ ആ 1% ഏറ്റവും താഴെയുള്ള 1% നിങ്ങൾ കാണിച്ചാലും മതി, 0% കാണിച്ചാലും മതി, യുവമാരെ നിലനിർത്താൻ സാധിക്കും. അതുപോലും നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തൊരു ക്യാപ്റ്റനാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു